മുടികൊഴിച്ചില് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലേ. നമ്മളിൽ ഒരുപാട് പേരെ അലട്ടുന്ന, ചിലപ്പോഴൊക്കെ നല്ല ടെൻഷൻ തരുന്നൊരു കാര്യമാണത്. പക്ഷേ പേടിക്കണ്ട കേട്ടോ, ഇതിന്റെ പിന്നിലെ സയൻസും ഇപ്പോൾ നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങളുണ്ട് എന്നതും അതെല്ലാം നമുക്കൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാലോ. എന്താടി ഇത്? നിനക്ക് നല്ല കട്ടിയുള്ള മുടിയായിരുന്നല്ലോ, ഇപ്പൊ ഇതെന്ത് പറ്റി? ഈ ചോദ്യം ഏതെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ ഇത് കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലേ? ശരിയാണ്, പണ്ടത്തെ പോലെ മുടിയില്ല അല്ലെങ്കിൽ ഉള്ളു കുറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നത് ആർക്കായാലും നല്ല വിഷമമുണ്ടാക്കും. ഓക്കെ, അപ്പൊ ഈ വിഷയത്തെ നമുക്കൊരു 5 ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യം നമ്മുടെ ടെൻഷൻ എന്തൊക്കെയാണെന്ന് സംസാരിക്കും, പിന്നെ മുടിയുടെ സയൻസ് എന്താണെന്ന് നോക്കും, അതിനുശേഷം ട്രീറ്റ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ, പിന്നെ PRP എന്ന പുതിയൊരു സംഭവം, അവസാനം ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഇങ്ങനെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, മുടികൊഴിച്ചിൽ, നമ്മുടെ ആശങ്കകൾ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ആദ്യത്തെ ചോദ്യം, എത്ര മുടി കൊഴിയുന്നതാണ് നോർമൽ? എപ്പോഴാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ടത്? രാവിലെ എണീക്കുമ്പം തലയിണയിൽ കുറേ മുടി, കുളി കഴിഞ്ഞാൽ ബാത്റൂമിൽ പിന്നെയും മുടി. ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നാറില്ലേ? എന്നാ കേട്ടോളൂ, ഒരു ദിവസം 100 മുതൽ 150 മുടിയിഴകൾ വരെ കൊഴിയുന്നത് അത് തികച്ചും നോർമലാണ്. അപ്പോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. മുടി വെറുതെ കൊഴിയുന്നതല്ല ശരിക്കുള്ള പ്രശ്നം. അതിനെ നമുക്ക് ഹെയർ ഫോൾ എന്ന് വിളിക്കാം. അത് തികച്ചും നോർമലുമാണ്. പക്ഷേ എപ്പോഴാണോ ഈ കൊഴിഞ്ഞു പോയ മുടിക്ക് പകരം പുതിയ മുടി വരാതിരിക്കുന്നത്, അതാണ് ഹെയർ ലോസ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോഴാണ് പതിയെ പതിയെ മുടിയുടെ ഉള്ളു കുറഞ്ഞ് തലയൊട്ടി കാണാൻ തുടങ്ങുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരി, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. മുടിയുടെ സയൻസ്, അതായത് മുടിയുടെ ഒരു ലൈഫ് സൈക്കിൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സൈക്കിളിനെ തടസ്സപ്പെടുത്തുന്നത് എന്നൊക്കെ നോക്കാം. നമ്മുടെ ഓരോ മുടിയിഴയ്ക്കും ഒരു ലൈഫ് സൈക്കിളുണ്ട്. അതിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തേത് വളരുന്ന ഘട്ടം. ഇതാണ് ഏറ്റവും നീണ്ട ഫേസ്. ഒരു മുടി 7 വർഷം വരെ വളരാം. പിന്നെ വളർച്ചയൊക്കെ നിന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു ഘട്ടം. അവസാനം ആ പഴയ മുടി കൊഴിഞ്ഞു പോയിട്ട് പുതിയൊരെണ്ണത്തിന്റെ വഴിമാറി കൊടുക്കുന്ന ഒരു ഘട്ടം. ഇതാണ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ നോർമൽ സൈക്കിളിനെ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും പ്രശ്നത്തിലാക്കുന്നത്? എന്തുകൊണ്ടാണ് മുടി ഒരുപാട് കൊഴിയാൻ തുടങ്ങുന്നത്? നമുക്കതിൻ്റെ കാരണങ്ങളിലേക്ക് കിടക്കാം. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സ്ട്രെസ്സാണ്. നിങ്ങൾക്കറിയോ, നല്ല ടെൻഷനുള്ള സമയത്തല്ല മുടി കൊഴിയുന്നത്. ആ സംഭവം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മുടി കൊഴിച്ചിൽ കാണുന്നത്. അതുകൂടാതെ വിറ്റമിൻ ഡിയുടെ കുറവ്, പിന്നെ അനീമിയ അഥവാ ഹീമോഗ്ലോബിൻ കുറയുന്നത്, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, അതുപോലെ കീമോതെറാപ്പി പോലുള്ള ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ്, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. അപ്പോൾ കാരണങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയാൽ അവരാദ്യം എന്തൊക്കെ കാര്യങ്ങളാകും ചെയ്യുക, എന്തൊക്കെയാണ് ചികിത്സയുടെ ആദ്യത്തെ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് യഥാർത്ഥ റൂട്ട് കോസ്, അതായത് അടിസ്ഥാന കാരണം കണ്ടെത്താനായിട്ട് ഡോക്ടർ ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ബ്ലഡ് ടെസ്റ്റ്. അനീമിയ, തൈറോയിഡോ വിറ്റമിൻ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. പിന്നെ ഹെയർ പുൾ ടെസ്റ്റ് എന്നൊരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട്, മുടിയുടെ ബലം നോക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു മാഗ്നിഫയറൊക്കെ വെച്ച് തലയോട്ടി പരിശോധിച്ച് മുടിയുടെ ഡെൻസിറ്റിയൊക്കെ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കും. ചുരുക്കി പറഞ്ഞാൽ ചികിത്സ തുടങ്ങുന്നത് തന്നെ ആ അടിസ്ഥാന പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വിറ്റമിൻ കുറവുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെന്റ്സ് എടുക്കുക. തൈറോയിഡിനാണ് പ്രശ്നമെങ്കിൽ അതിന്റെ മരുന്ന് കഴിക്കുക. ഈ മെയിൻ പ്രശ്നം പരിഹരിക്കുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ ഒരുപാട് കുറയും. ഇതല്ലാതെ മുടി കൊഴിച്ചിലിന് സാധാരണമായി ഉപയോഗിക്കുന്നൊരു മരുന്നുണ്ട്, മിനോക്സിഡിൽ. ഇത് ലോഷൻ പോലെ തലയിൽ പുരട്ടാനും ടാബ്ലറ്റ് ആയിട്ട് കഴിക്കാനും കിട്ടും. പക്ഷേ ഒരു വലിയ പക്ഷേയുണ്ട്, ഇതൊരിക്കലും ഒരു ഡോക്ടറുടെ ഉപദേശമില്ലാതെ സ്വന്തമായി വാങ്ങി ഉപയോഗിക്കരുത്. അത് വളരെ പ്രധാനമാണ്. ശരി, ഇനി നമുക്ക് ഏറ്റവും പുതിയതും വളരെ പോപ്പുലറും നല്ല ഇഫക്റ്റീവുമായ ഒരു ചികിത്സാ രീതിയിലേക്ക് കടക്കാം. PRP, ഒരു പുതിയ പ്രതീക്ഷ. എന്താണ് ഈ PRP? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഹീലിംഗ് പവർ ഉപയോഗിച്ച് മുടി വളർത്തുന്ന ഒരു പരിപാടിയാണിത്. മുടി വളരാൻ വേണ്ട ഗ്രോത്ത് ഫാക്ടേഴ്സ് വേറെ എവിടുന്നുമല്ല എടുക്കുന്നത്, നമ്മുടെ സ്വന്തം രക്തത്തിൽ നിന്ന് തന്നെയാണ് വേർതിരിച്ചെടുക്കുന്നത്. ഇതിന്റെ പ്രൊസീജിയർ കേട്ടാൽ വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് രക്തമെടുക്കും, ഏകദേശം ഒരു 8 ml ഒക്കെ. സ്റ്റെപ്പ് 2, ഈ രക്തം ഒരു മെഷീനിലിട്ട് കറക്കി അതിൽ നിന്ന് മുടി വളരാൻ വേണ്ട ആ പ്ലേറ്റ്ലെറ്റ്സ്, അതായത് ഗ്രോത്ത് ഫാക്ടേഴ്സ് വേർതിരിക്കും. സ്റ്റെപ്പ് 3, ഈ വേർതിരിച്ചെടുത്ത പ്ലാസ്മയെ വളരെ നേർത്ത സൂചി ഉപയോഗിച്ച് തലയോട്ടിയിൽ എവിടെയാണ് മുടി കുറവ് അവിടെ ഇഞ്ചക്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൗകര്യമാണ്. അതായത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ പ്രൊസീജിയർ മൊത്തം കഴിയും. ചികിത്സ കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് എണീറ്റ് തിരിച്ച് ജോലിക്ക് പോകാം. അതുകൊണ്ടാണ് ഇതിന് തമാശയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത്. ശരി, അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു വലിയ ചോദ്യം ഇതായിരിക്കും, PRP ചെയ്ത ഉടനെ മുടി വളർന്നു തുടങ്ങുമോ? ഉത്തരം ഒറ്റ വാക്കിൽ പറയാം, ഇല്ല.
അപ്പം തന്നെ എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. PRP ചെയ്താലുള്ള ആദ്യത്തെ മാറ്റം എന്താണെന്നറിയോ? മുടി കൊഴിച്ചിൽ കുറയും. അതാണ് ആദ്യം സംഭവിക്കുക. പുതിയ മുടി കിളിർത്തു തുടങ്ങാൻ സാധാരണയായി രണ്ടാമത്തെ സെഷനൊക്കെ കഴിയണം. പിന്നെ ഇതൊരു ഒറ്റത്തവണ ചെയ്യുന്ന പരിപാടിയല്ല, ഇതൊരു മൾട്ടി സെഷൻ ട്രീറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ 6 മാസം കൂടുമ്പോൾ ടോപ്പ് അപ്പ് സെഷനുകൾ വേണ്ടിവരും. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ ഡോക്ടർ തരുന്ന മറ്റു മരുന്നുകളുടെ കൂടെ ഇത് ചെയ്യുമ്പോഴാണ്. ശരി, ഇനി നമുക്ക് അവസാന ഓപ്ഷനിലേക്ക് വരാം. ചിലപ്പോൾ PRP കൊണ്ടൊന്നും വലിയ മാറ്റമില്ലാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണ്ടവരുണ്ടാകാം. അവർക്കുള്ളതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ പേര് പോലെ തന്നെ മുടി മാറ്റി നടലാണ്. നമ്മുടെ തലയുടെ പിൻഭാഗത്ത് അവിടെ സാധാരണയായി നല്ല കട്ടിയുള്ള മുടി ഉണ്ടാകും. അവിടുന്ന് ഓരോ മുടിയിഴകളെയും അതിന്റെ വേരോടെ എടുത്തിട്ട് കഷണ്ടിയുള്ള ഭാഗത്ത് വെച്ചുപിടിപ്പിക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണിത്. തീർച്ചയായും ഇത് കഴിഞ്ഞ ശേഷവും കൃത്യമായ മരുന്നുകളും കെയറും ഒക്കെ വേണം. അപ്പം നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കേട്ടുകേൾവിയുള്ള പൊടികൈകൾക്ക് പുറകെ പോവുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം മുടി കൊഴിച്ചിലിന് ശാസ്ത്രീയവും സുരക്ഷിതവുമായ ഒരുപാട് പരിഹാരങ്ങൾ ഇന്ന് ലഭ്യമാണ്. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന്. എന്നാൽ ആ ചൊല്ല് നമുക്ക് ഇന്നൊന്ന് തിരുത്തി പറയാം. അസൂയയുടെ കാര്യം അറിയില്ല, പക്ഷെ കഷണ്ടിക്ക് ഒരു പരിധി വരെയെന്ന് മരുന്നുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലിന് പരിഹാരമുണ്ട് എന്ന കോൺഫിഡൻസോടെ ശരിയായൊരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടാൻ